ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെത് ഇട്ടൂടാ എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ഒരു ഡേ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. രാവിലെയാണ് ഞാൻ എണീറ്റു. രാവിലെ എന്നല്ല, ഒരു 7 മണി 7:30 ആയിട്ടോ. ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നത്. പിന്നെ പതുക്കെ അമ്മൂസിനെയൊക്കെ വിളിപ്പിച്ച് കുറച്ച് നേരം ഞങ്ങൾ കളിയെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മൂസിന് രാവിലെ തന്നെ മരുന്ന് കൊടുക്കും കേട്ടോ. ഇത് പിള്ളേർക്ക് കൊടുക്കുന്നതുണ്ട്, 1 വയസ്സ് വരെ കൊടുക്കാം. അങ്ങനെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് അമ്മന് പാമ്പേഴ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ 2 പേര് റെഡിയായിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കും. രാവിലെ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് അത് ശീലമായതാണ്. 2-3 വർഷമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ചായയൊന്നും കുടിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും റെഡിയായി സെറ്റായി താഴോട്ട് ഇറങ്ങി. ലേറ്റായിട്ട് ഞങ്ങൾ എണീക്കുന്നത്. അതായത് ഞങ്ങൾക്ക് രാത്രിത്തെ ഉറക്കമൊക്കെ ഒരു കണക്കാണ്, എനിക്ക് ഒരു കണക്കാണ്. അധികം കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് അമ്മൂസിനെ താഴെ കിടത്തും. അധികം നേരമൊന്നും കിടക്കത്തില്ല കേട്ടോ. കുറച്ച് നേരം ഞാൻ അതിനെ എടുക്കാൻ വേണ്ടിയല്ല കരയുന്നത്, ഭയങ്കര അറ്റൻഷൻ കിട്ടണം എൻ്റെ കുഞ്ഞിന്. അതായത് ആരെങ്കിലും കഥ പറഞ്ഞും കളിപ്പിച്ചൊക്കെ എപ്പോഴും കൂടെ ഇരിക്കണം. അതിനിരുന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യവും വാശിയാവും കേട്ടോ. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. വേറെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഞാൻ അത് തലങ്ങണയായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ അമ്മൂസിന് ടോയ്സൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് പോകാൻ വേണ്ടി അമ്മൂസിനെ അവിടെ കിടത്തി. എന്നിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. പക്ഷേ മാമനുണ്ടായ നമ്മൾ രാവിലെ തന്നെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഓൾമോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അമ്മൂസോട്ട് കളിച്ച്. പിന്നെ അമ്മൂസിന് നിർബന്ധം പിടിച്ചൊരു സമയമായിട്ട് ഒരു 9-9:30 മണിയൊക്കെ അമ്മൂസിനെ കുളിപ്പിക്കുന്നത്. എണ്ണ പുരട്ടി കിടത്തിയപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങി കേട്ടോ. അങ്ങനെ അമ്മൂസിനെ കുളിപ്പിച്ചതും ഞാൻ പിന്നെ എൻ്റെ അവളുടെ തുണിയൊക്കെ വാഷ് ചെയ്തു. പക്ഷേ ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എനിക്കങ്ങനെ വീഡിയോ എടുത്തു തരാൻ അങ്ങനെ ആരുമില്ല. അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡേ എടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മൂസ് എണീറ്റ് കേട്ടോ. എണീറ്റ് അമ്മൂസിനെ കടലിലേക്ക് കിടത്തി. പിന്നെ ഇന്ന് April 1 ആണ്, ലോക ഏപ്രിൽ ഫൂളാണെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് ആരെങ്കിലും പറ്റിച്ചാലോ. അപ്പം അച്ഛനെ പറ്റിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ പേപ്പർ ചുരുട്ടി റോട്ടിലിട്ട് ആൾക്കാരെ പറ്റിക്കുമായിരുന്നു, ഞാനും അനിയത്തിമാരൊക്കെ. അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഞാനും അമ്മൂസും. പക്ഷേ അച്ഛനും പറഞ്ഞ് വേറെ നിനക്കൊരു പണിയൊന്നും ഇല്ലെന്ന്. ആൾക്കാരെ അവിടെ നിന്നുള്ളവർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലർ ഫണ്ണായിട്ട് എടുക്കും, ചിലർ അത് റിയാക്ട് ചെയ്ത് ദേഷ്യപ്പെടും. അപ്പം ഞാൻ അമ്മച്ച ചുമ്മാ ചെയ്തു നോക്കാം, എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഒരു രസം. അങ്ങനെ ഞാൻ പേപ്പർ തപ്പാൻ തുടങ്ങിയിട്ട് ഒരു തുള്ളി കഷ്ണം പേപ്പർ പോലും ഇല്ല കേട്ടോ. അവിടെ ഒരു കൃപാസന പത്രം കിടക്കണം, പക്ഷെ എനിക്ക് അതെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ പേപ്പറില്ല. ആവശ്യത്തിന് നോക്കുമ്പോൾ ഒരു സാധനം പോലും കാണത്തില്ല. ആവശ്യം കഴിയുമ്പോൾ ആയിരിക്കും അവിടെ ഇവിടെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ അലമാരിലൊക്കെ തപ്പിയിട്ട് ഒരു രക്ഷയില്ല പേപ്പറിൽ. ഞാൻ വെച്ച് ദൈവമേ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കുന്നു. അലമാരിയെല്ലാം ഞാൻ കൊളാക്കിയിട്ടേക്കുക. ഞാൻ ഇനി അടുക്കി പറക്കാനും നിൽക്കത്തില്ല. ഞാൻ എല്ലാം ചവറ് പോലെ വലിച്ചു വാരി കിട്ടേക്കുക. ഞാൻ തന്നെ അടുക്കി പറക്കും, ഞാൻ തന്നെ കൊളാക്കും. അങ്ങനെ പേപ്പറൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ പേപ്പറെല്ലാം കിട്ടി. ഞാനൊരു പഴയ ടൈഗർ അവിടെ കിടന്നു കേട്ടോ. അതെടുത്ത് ചുരുട്ടിക്കൂട്ടിയാണ് തരും. 1 2 3 5-6 പേപ്പർ ഞാൻ അത് മടക്കി ഒരു സാധനം പൊതിഞ്ഞ് വെക്കുന്നതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ വെച്ച് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം എങ്ങാനും വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇനി അവർക്ക് സീനാവുമോ, ഇനി അത് പ്രശ്നമാവോ. അതുമല്ല പ്രശ്നമായെന്നാൽ അങ്ങനെ വല്ല സംഭവിച്ച അച്ഛൻ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും സത്യം പറഞ്ഞാൽ. ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് എനിക്കൊരു പണിയൊന്നും ഇല്ലത്, വെറുതെ ഉറക്കവും അമ്മൂസിനെ കളിപ്പിലും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ജസ്റ്റ് ഫണ്ണാവാന്ന് വെച്ചാൽ. അങ്ങനെ അമ്മൂസ് ഉണ്ടെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ, അവൾ കരയും. അങ്ങനെ ഞാൻ കുറച്ച് ചെയ്യാൻ സമയത്ത് അമ്മൂസിനെ അമ്മയെ ഏൽപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ അമ്മയോടെ സീരിയലോണ്ടിരിക്കുക. അപ്പോൾ അമ്മേനെ ഏൽപ്പിച്ചു. പിന്നെയും പെട്ടെന്ന് മോളിൽ കയറി വന്നിട്ട് ദൈവമേ പ്രാർത്ഥിച്ചൊക്കെ ഇട്ടത്, ദൈവമേ ചുമ്മാ തമാശയ്ക്ക് പണിയാവല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ കുറേ നേരം നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. കാരണം ഇടുന്നതും ആരും കാണാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ ആർക്കും ഞാൻ വേസ്റ്റ് വലിച്ചിട്ടെന്ന് പറയും. അങ്ങനെ താഴെ ഇട്ട് അത് ഇളകി പോയിട്ട് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു വേസ്റ്റാന്ന് പറഞ്ഞാൽ ആരും എടുക്കത്തില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അങ്ങനെ പക്ഷേ അവൻ ഫോൺ നോക്കുമെന്നുള്ള ശ്രദ്ധിച്ചില്ല, അവൻ തട്ടി അങ്ങനെ കളഞ്ഞു. പക്ഷേ അങ്ങനെ കിടക്കുമ്പോൾ ആരും എടുക്കത്തില്ല, വേസ്റ്റ് കിടക്കുന്ന ആൾക്കാർ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ താഴെ പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് പോയി. കറക്റ്റ് ഒരു ഗിഫ്റ്റ് പോലെ ചെറുതായിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഞാൻ ഒന്നും കൂടെ താഴോട്ട് എറിയാൻ നോക്കി. ഇത് ചീറ്റിപ്പോയാൽ ഞാൻ ചെയ്യത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ കുഴഞ്ഞ കേട്ടോ, വിയർക്കുന്നു, ഒന്നാമത് ചൂടും. അങ്ങനെ ഞാൻ ഒന്നും കൂടെ താഴോട്ട് എറിഞ്ഞ കേട്ടോ. ഞാൻ അങ്ങ് അറ്റം പോയി കിടന്നൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു കേട്ടോ. ഒരാൾ പോലും വരുന്നില്ല, അല്ലെങ്കിൽ തുരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതാണ്. ശരിക്കും ചീറ്റ് ഗൈസ്. തേഞ്ഞ് വെറുതെ റിസ്ക് എടുത്ത് ഉള്ള പേപ്പറും കളഞ്ഞ്. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരുന്നപ്പോഴേക്കും നോക്കിക്കൊണ്ടിരുന്നേട്ടാ, ഇനി എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഞാൻ നിന്ന് കേട്ടോ. അമ്മൂസാണ് ഇച്ചിരി കരയും ചെയ്തത്, ദൈവം ആരും വരുന്നില്ലേ
കുറച്ച് നേരം ഞാൻ നോക്കി കേട്ടോ. നോക്കി അവിടെ നിന്ന് സൈക്കിളുകാരൻ വരുന്നു. സൈക്കിൾക്കാരനല്ല, പയ്യനാണ് കേട്ടോ, ചെറിയ പയ്യനാണ്. അവൻ വരുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അവൻ നോക്കി പോയായിരുന്നു കേട്ടോ. കാണുന്നില്ലല്ലോ, അവിടെ പോയി. വരുന്നു എനിക്ക് തോന്നി. അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്കല്ല, അല്ലെങ്കിലും ഈ പ്രായത്തിലുള്ള പയ്യന്മാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ. പൊതുവേ നമുക്കെല്ലാം ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അവൻ തട്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഗോപകാലം ആണോ? പൊളിക്ക്. ഇത്ര വെപ്പുണ്ടോ അതിനകത്ത്? കാണാറില്ല വീഡിയോ എടുക്കുന്നു. കിട്ടിയോടാ മോനെ? കിട്ടിയോ? കിട്ടി. കിട്ടിയോ? കിട്ടിയില്ലേ? വീണ് അവൻ പോയപ്പോഴത്തേക്കും ഫോണൊന്ന് മാറ്റി. അപ്പം മിഷൻ സക്സസ്. എനിക്ക് സന്തോഷമായിട്ടോ. ചെറിയ പയ്യനോട് രക്ഷപ്പെട്ടു. വലുതാരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ആരാണോ ഈ മണ്ടത്തരം കാണിച്ചു വെച്ചതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പം നോക്കിയായിരുന്നെങ്കിൽ തീർന്നേനെ. പക്ഷേ അവനായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ സന്തോഷമായി, എനിക്ക് സമാധാനമായി. സക്സസ് ആയല്ലോ, രക്ഷപ്പെട്ടു. അങ്ങനെ അമ്മൂസിന് ഇച്ചിരി ഇഡലിയൊക്കെ ഇച്ചിരി തുള്ളി ഉടച്ചൊക്കെ കൊടുത്തു കേട്ടോ. പുള്ളി കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കഥകളൊക്കെ പറഞ്ഞ് പഴയ കാക്കയുടെയും പൂച്ചയുടെയും മുയലിനെയും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന കേട്ടോ ഞങ്ങൾ. അത് കഴിഞ്ഞ് അമ്മൂസ് ഒരു യുദ്ധം കഴിഞ്ഞ് ഉറങ്ങുക. ഞാനും ഇനി കുറച്ച് നേരം ഉറങ്ങട്ടെ. അമ്മൂസ് ഉറങ്ങുന്ന സമയത്ത് ഞാനും കുറച്ച് നേരം ഉറങ്ങും. അങ്ങനെ ഉറക്കമൊക്കെ 3 മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ. ചോറ് താഴെ പോട്ടെ, നല്ലോണം വിശക്കണം. ഞാൻ ലേറ്റായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ചോറ് കഴിച്ച് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ മറന്നു പോയെന്ന് ഓർത്തത്. അങ്ങനെ ഞാൻ വെച്ചാൽ നല്ല നാരങ്ങ കുടിക്കാം, നല്ല ചൂടല്ലേ. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുറച്ച് അതിന് കിടക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിൽ. അങ്ങനെ അമ്മൂസിനെ എടുത്ത് നാരങ്ങ വെള്ളമൊക്കെ ഞാൻ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് പുറത്തൊരു ചേട്ടൻ വന്ന കേട്ടോ, ഈ ചിപ്സും ഇതൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അവരെയും ചിപ്സ് വാങ്ങിച്ച് അത് കഴിച്ചു. പിന്നെ അമ്മൂസ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വെച്ച് കുളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മൂസ് എണീറ്റ് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ്ടൊക്കെ ഞാൻ കുളിച്ചിറങ്ങി. 5 മണിയായപ്പോൾ നല്ല മഴ കേട്ടോ, ഭയങ്കര തണുപ്പ് കേട്ടോ. എത്ര മഴ കളിക്കാതെ ചൂട് തന്നെ. അത് കഴിഞ്ഞ് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് ഒന്ന് പ്രഹസനം കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറച്ച് നേരം പ്രഹസനം കാണിച്ചിട്ടുണ്ട്. ഇനി ആകുമ്പോൾ അമ്മൂസിന് മേലെ ഇടണം, ഡ്രസ്സൊക്കെ മാറ്റിക്കണം, അവളെ വൃത്തിയാക്കി എടുക്കണം. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മൂസുമായിട്ട് കുറച്ച് നേരം കളിച്ച്. കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി കേട്ടോ. അങ്ങനെ ഞാൻ ചോറും ഇഡലി വേണം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ. ഈ സംഭവങ്ങളൊന്നും ഇല്ലെന്നറിയാം, പക്ഷേ ഈ ഒരു കുട്ടി സന്തോഷങ്ങൾ നിങ്ങളെ കൊണ്ട് കാണിക്കാനായിട്ട് ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ഇടുമ്പം അത് എൻ്റെ ഒരു ഡേ കാണിച്ചാൽ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ ജസ്റ്റ് ഞാൻ എടുത്തതാണ്. കുറച്ച് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, അറിയാമല്ലോ അതിൻ്റേതായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ ഇങ്ങനെ മോള് വന്നു, കുറച്ചിന് പാല് കൊടുത്ത് ഉറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് സമയം ഞാൻ ഉറങ്ങത്തുള്ളൂ, കുറച്ച് നേരം എണീക്കും. അപ്പം ഞാനും കിടക്കാൻ പോവാണ്. സമയത്ത് ഞാൻ ജസ്റ്റ് കിടക്കണം, ഭയങ്കര തലവേദന. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നോടൊപ്പം എന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.